എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തേനെടുക്കുന്ന വീഡിയോയാണ് കാണിക്കുന്നത്. നമ്മൾ ഹണി ചേമ്പറിൻ്റെ അടപ്പ് പതുക്കെ എടുത്തു മാറ്റി അതിലേക്ക് മുകളിലേക്ക് അട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെത്തി വൃത്തിയാക്കണം. ഈച്ച ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് പുക കൊടുക്കാം. ചെറിയ രീതിയിൽ പുക കൊടുത്തു കഴിഞ്ഞാൽ, തുടക്കക്കാരുടെ കാര്യമാണ് പറയുന്നത്, ഇതിപ്പോൾ കണ്ടമാന ശല്യമുള്ളൊരു കൂടായതുകൊണ്ടാണ് പുക കൊടുത്തിരിക്കുന്നത്. ഇതിന് മുകളിൽ വേറെ ഹണി ചേമ്പറുണ്ട്, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാദ്യം നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ സീൽ ചെയ്ത ഒരടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് തേനറകളെല്ലാം ഈച്ച മൂടിയിട്ടുണ്ട് ഒരു വശത്ത്. അപ്പം ഇങ്ങനെയുള്ള അടകൾ എടുക്കുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഈച്ച പോകുന്നില്ലെങ്കിൽ ശക്തിയായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കാം. കൂട്ടിലേക്ക് തന്നെ കുടയണം. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാണീച്ച ഹണിച്ചമ്പൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിലേക്ക് വീഴുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്രെയിമിൻ്റെ ചുറ്റുമുള്ള മെഴുക് ചെത്തി വൃത്തിയാക്കുന്നു. സീൽ ചെയ്തിരിക്കുന്ന ഓരോ അടയും അതിൻ്റെ സീലിങ് ഏറ്റവും മുകളിലുള്ള കവറിങ് നമ്മൾ ചെത്തി മാറ്റുന്നു. വളരെ കനം കുറച്ച രീതിയിൽ ചെത്തി മാറ്റണം, അല്ലെങ്കിൽ തേൻ ആ ചെത്തുന്ന വശത്തിലേക്ക് പോകും, ചെത്തി മാറ്റുന്ന വശത്തേക്ക് പോകും. അപ്പോൾ വളരെ നൈസായിട്ട് തന്നെ ചെത്തി അതിൻ്റെ സീലിങ് മാറ്റണം. ഹണി എക്സ്ട്രാക്ടറിലേക്ക് വെച്ചു. ഇങ്ങനെ ചെരിച്ച് വെക്കണം, മനസ്സിലായല്ലോ. ഇത് 2 ഫ്രെയിം വെക്കാവുന്ന ഹണി എക്സ്ട്രാക്ടറാണ്. അടുത്ത അട എടുത്തതും ഈ പറഞ്ഞതുപോലെ മുകളിലുള്ള കവറിങ് ഈച്ച സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന വശം ചെത്തി മാറ്റുന്നു. വളരെ വൃത്തിക്കും സാവകാശവും ചെയ്യേണ്ട ഒരു വർക്കാണ്.
കോട്ടയം ജില്ല മലനാട് തേനാണിത്. ഇവിടെ റബ്ബറിനേക്കാളും കൂടുതൽ കാട്ടുമരങ്ങളും അതുപോലുള്ള വന്യമായിട്ടുള്ള വൃക്ഷങ്ങളിൽ നിന്നുള്ള തേനാണ്. തേൻ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ചെറുതേൻ കോളനി സെറ്റ് ചെയ്ത് തരുന്നതാണ്. നല്ല ഇനം തേനീച്ചയുടെ കോളനി തരുന്നതാണ്. കോണ്ടാക്ട് ചെയ്താൽ മതി. ശുദ്ധമായ നാടൻ തേന് കരിഞ്ഞൊടിയിൽ ഈച്ചയുടെ തേനിന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൊറിയർ ചെയ്ത് തരുന്നതാണ്. അടുത്ത ഫ്രെയിമും വെച്ച് കൊടുത്തു. ഇനി ഒരു കൈ കൊണ്ട് സപ്പോർട്ട് കൊടുത്ത് കറക്കുകയാണ് വേണ്ടത്. മറ്റേ കൈ കൊണ്ട് കറക്കുന്നു. അങ്ങനെ കറക്കുമ്പോൾ തേന് അടകളിൽ നിന്നും തെറിച്ച് ആ പാത്രത്തിൻ്റെ വക്കിൽ ചെന്ന് തട്ടി അതിൽ കളക്റ്റാവും. വീഡിയോയിൽ കാണാമല്ലോ തേൻ കിടക്കുന്നത് താഴെ. അപ്പോൾ ഒരു സൈഡ് തീർന്നു കഴിഞ്ഞാൽ അട തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ രണ്ടടയും തിരിച്ചിട്ട് കൊടുത്തു. വീണ്ടും കറക്കുന്നു. അപ്പോൾ മറ്റേ വശത്തെ തേന് കൂടി നമുക്ക് കിട്ടുന്നതാണ്. തേന് കംപ്ലീറ്റും പോന്നിട്ടുണ്ട്. അട എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതിന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം നല്ല രീതിയിൽ തേന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആടയുടെ വെയിറ്റ് നല്ലപോലെ കുറഞ്ഞ ആ ഒരു വെയിറ്റ് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത കാര്യം വിജയമായി എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ കറക്കുമ്പോൾ അടകൾ പൊട്ടിപ്പോകാൻ വഴിയുണ്ട്. പൊട്ടിപ്പോകുന്ന അടകൾ കറക്കിയിട്ട് സാവധാനം കറക്കൽ നിർത്തി അതിൽ നിന്നും അടയെടുത്ത് 2 റബ്ബർ ബാൻഡ് 2 or 3 റബ്ബർ ബാൻഡ് 2 റബ്ബർ ബാൻഡ് കുറുകയും വിലങ്ങനെ ഇട്ട് പൊട്ടിപ്പോയ അടയിൽ നിന്ന് വീണ്ടും തേനെടുക്കാവുന്നതാണ്. അട പറഞ്ഞു പോകാതിരുന്നോളും. വീഡിയോയിൽ കാണാമല്ലോ. അങ്ങനെ അടകൾ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. ഇത് തേനെടുത്ത അടയാണ്. അടുത്ത അടയും ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെത്തി തേനെടുക്കുന്നതിന് വേണ്ടി ആ ഒരു പരുവത്തിലാക്കി എടുക്കാം.
അടക്കത്തി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. എനിക്ക് ഇത് ഇച്ചിരി കൂടെ കംഫർട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ്. വളരെ കനം കുറച്ച് നമുക്ക് ചെത്തിയെടുക്കാൻ ഈ പറയുന്ന നൈഫ് കൊണ്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, തേൻ ആവശ്യമുള്ളവർ, അതായത് വൻതേനും ചെറുതേനും ആവശ്യമുള്ളവർ ഇതിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കൊറിയർ ചെയ്ത് തരുന്നതാണ്. തേന് മുഴുവനായി തന്നെ ആടയിൽ നിന്ന് പോന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഉപകാരപ്രദമായിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബായ്.